ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ ഒരറ്റം വരെ ഞങ്ങൾ നടത്തിയ യാത്ര സംവിധാന യാത്ര എന്ന പേരിൽ കശ്മീരിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ വന്ന് പിന്നീട് ബംഗളൂരുവിൽ എത്തിയ മഹത്തായ യാത്ര. ആ യാത്ര ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. ഞങ്ങൾ ഈ 22 സംസ്ഥാനങ്ങളിൽ കടന്നുപോയത് ഞങ്ങൾ സുൽത്താനുൽ ഉലമയുടെ മക്കളാണെന്ന വിലാസത്തിലാണ്. ഞങ്ങളുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, മറ്റേതെങ്കിലും മികവ് കൊണ്ടല്ല. അവിടെ എവിടെ ചെന്ന് പറഞ്ഞാലും ശൈഖ് അബൂബക്കർ സാഹിബിന്റെ അനുയായികളാണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്വീകരിക്കാൻ ആളുണ്ട്. ഇതുപോലെ സ്വീകാര്യനായ ഒരു ആലിം ഈ കാലഘട്ടത്തിൽ വേറെ ആരാണ്? ഞങ്ങൾ ഒരിക്കൽ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് ബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക്. ഞങ്ങൾക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഇപ്പോൾ സാധിക്കില്ല. രാത്രിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. പരിചയമില്ലാത്ത സ്ഥലത്തൂടെ ഇങ്ങനെ പോവാ. രാത്രി എവിടെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റൂ. 3-4 വാഹനങ്ങളും അതിലുള്ള ആളുകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് കണ്ടു. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണെന്ന് മനസ്സിലായി. അതിന്റെ എല്ലാ കവാടങ്ങളും അടച്ചു കിടക്കുകയാണ്. ചുറ്റുമതിൽ എല്ലാം പൂട്ടി, ഗേറ്റൊക്കെ പൂട്ടി, ആരുമില്ല. നെറ്റിൽ സെർച്ച് ചെയ്ത് അതിന്റെ നമ്പർ എടുത്തു. അപ്പോഴേക്ക് 1 മണി കഴിഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഷെയ്ഖ് സാഹിബിന്റെ കുട്ടികളാണ്, ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കൊരു ഷെൽട്ടർ തരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ സാഹിബിന്റെ ശിഷ്യന്മാരാണോ? അതെയാണ്. ഞാൻ ഇപ്പോൾ അവിടെ ഇല്ല, ഞാൻ ഗുജറാത്തിലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം. ആ പാതിരാത്രിയിൽ അദ്ദേഹം ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചു. അതിലെ ആളുകൾ ഞങ്ങളെ വന്ന് സ്വീകരിച്ചു. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ആ സ്ഥാപനത്തിലുള്ള ഒരാൾക്കും ഞങ്ങളിൽ ഒരാളെയും പരിചയമില്ല. ഈ യാത്രയിൽ ഞങ്ങൾക്ക് മുഴുവനും സൗകര്യം ചെയ്തു തരാനുള്ള കാരണം അവരാദരിക്കുന്ന ഒരു വിലാസമുണ്ട്. അത് നമ്മുടെ നേതാവായ സുൽത്താനുൽ ഉലമ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ നേതാക്കന്മാരുടെ മൂല്യം നമ്മൾ അറിയണം. ഓരോ സംസ്ഥാനത്തിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള വലിയ വലിയ ആലിമുകൾ ബോംബെയിൽ സമ്മേളനം നടത്തിയപ്പോൾ, പ്രിയമുള്ളവരെ, സുന്നത്ത് ജമാഅത്തിന്റെ വ്യത്യസ്ത സംഘടനാ സാരഥികൾ ഒരേ വേദിയിൽ വന്നിരുന്നത് ആരെ കാണാനാണ്? വേറെ ആരെയുമല്ല, സുൽത്താനുൽ ഉലമ, നമ്മുടെ നേതാവായ ഉസ്താദ് അവറുകളെ കാണാനാണ്. ആ വലിയ മനുഷ്യൻ പ്രായാധിക്യവും രോഗക്ഷീണവും മറന്ന് യാത്ര ചെയ്ത് മുംബൈയിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അവരുടെ ഊണും ഉറക്കവും ലക്ഷ്യവും മുഴുവനും അല്ലാഹുവിന്റെ ദീൻ ഇവിടെ ഉയർന്നു കാണണമെന്നാണ്. അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ ഇസ്സത്തോടെ നിലനിൽക്കണമെന്നാണ്. പുതിയ തലമുറയിലെ ചെറുപ്പക്കാര് സ്വലാത്ത് ചൊല്ലുന്നവരാകണമെന്നാണ്.